അളിയാ ടൈം ആച്ച് എനിക്ക് ടൈം ആ ഫോൺ 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 ഓക്കെ അളിയാ ഇന്നേ ഫ്രാൻസിന് സെനഗല് പൂട്ടൂടാ. പൂട്ടും നോക്കി ഇരിക്കത്തേ ഉള്ളൂ. ഇതേപോലെ തന്നെ 2002 അന്നത്തെ ചാമ്പ്യന്മാരായിട്ടുണ്ടായിരുന്ന ഫ്രാൻസിനെ സെനഗലങ്ങ് പൂട്ടിയായിരുന്നു. അത് 2002, ഇത് 2026. ചരിത്രം ആവർത്തിക്കും മോനെ, നീ കണ്ടോ? നോക്കി ഇരിക്കത്തേ ഉള്ളു. അളിയൻ നോക്കിക്കോ, അന്ന് ഫ്രാൻസിന് പറ്റിയതുപോലെ നീലപ്പടയ്ക്ക് നാളെ 6 മണിക്ക് പറ്റും. എടാ നീലപ്പടയെ നയിക്കുന്നതേ മിഷിഹ. അതുകൊണ്ട് സമനില തെറ്റാതെ നോക്കിക്കോ. സമനിലയുടെ കേസ് ഇങ്ങോട്ട് ഇറക്കല്ലേ അളിയാ? അയ്യോ, അടുത്ത കളിയില് നമ്മുടെ പയ്യൻ നെയ്മർ വിട്ട് ഇറങ്ങും, പയ്യൻ കത്തിച്ച് വാരും. നോക്കിയിരുന്നോ, ഇപ്പൊ ഇറങ്ങും എന്ന് പറഞ്ഞ് ഇരിക്കത്തേ ഉള്ളൂ. പരിക്ക് മാറി എന്നിറങ്ങാനാണ്. അതൊക്കെ ഇറങ്ങും. പാസ് ബ്രോ. പാസ് ബ്രോ, പാസ് മാൻ. ഇല്ല കറക്റ്റ് പിച്ചിക്ക കണ്ടാ. കേറ്റിപിടി കൊടു. പാസ്വേഡ് ഇല്ല. ഈ ലാപ്ടോപ്പിൽ തുപ്പല്ലേ? പിടിക്ക്. കണ്ടു പടി ഇങ്ങോട്ടെ. ഒന്ന് പറയല്ലേ? പിന്നെ തേങ്ങ അടിച്ച് ചേച്ചി തേങ്ങ നോക്കി പൊളിയണോ? ആ ബോൾ അങ്ങനെ എന്തോന്നാണോ ഇത്? മനുഷ്യനെ കിടന്ന് ഉറങ്ങണ്ടായോ? ഞങ്ങൾക്ക് ഉറങ്ങണം. ശബ്ദം താഴ്ത്തി പറയാൻ പറ്റുമോ? ഞാൻ വിചാരിച്ചു വല്ല കള്ളന്മാരും കരുതായിരിക്കുമെന്ന്. ഒരു കഷ്ടമാണ് നിന്റെ കാര്യം. നമ്മളെ ഈ കളി കാണുന്നതിന്റെ ആവേശത്തിന് അങ്ങ് സാറി. എടാ ഇങ്ങനെയാണെന്ന് ബഹളം വെക്കാതിരിക്കാൻ പറ്റുമോ? കേസു കാലം കാർത്താലും എന്തേച്ച് എല്ലാ വേലയും ചെയ്യണുണ്ടാ. സാമ്പാറെല്ലാം വെക്കണോ? ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എല്ലാരും ഇരിക്കും, നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാം. അത് തന്നെ ബാ, എല്ലാരും ഇരിക്കും. നമുക്കൊരു കാര്യം, ഞാൻ കുറച്ച് ദിവസത്തിന് അമേരിക്കൻ ടൈം ഫോളോ ചെയ്യും. ഓഫ് കോഴ്സ്. അമേരിക്കയിലെ സ്കൂളിലല്ല ഞാൻ പഠിക്കുന്നത്. അമ്മമ്മ 4 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഉത്സവ. നമുക്ക് എല്ലാവർക്കും കൂടെ ഇരുന്ന് കാണാം. എന്റെ പൊന്നു മോനെ, വയസ്സെന്ന കാലത്ത് എനിക്ക് കിടന്നൊന്ന് ഉറങ്ങണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഭാഗത്ത് ഇനി ഒരു ഒച്ച ഉണ്ടാവുന്നതല്ല. ഉറങ്ങേണ്ടവർക്ക് ഉറങ്ങാം. ഗുഡ് നൈറ്റ്. ഗോള്. പോയടാ അവിടെ. ഞാൻ കാര്യം ചോദിച്ചോട്ടെ, നീ ഇത്ര ആവശ്യം കാണിക്കേണ്ട കാര്യം തോന്നുന്നു? ഇന്നത്തെ രാത്രി ഞാൻ ഫ്രാൻസിന്റെ ഫാനാണ്. അതിന് ഒന്നുമില്ല. നീയേ നാളെ രാവിലത്തെ 6:30 കളി കണ്ടോ? കളിക്ക് ഇറങ്ങുന്നതേ
അർജന്റീനയാ. ഞങ്ങളുടെ മിഷിഹ അങ്ങ് ഇറങ്ങും. വിഷയം അങ്ങനെ തന്നെ തിരിച്ചു കയറും. ആ നീ കണ്ടോടാ. ബാക്കിയുള്ള കുട്ടികളുടെ മുമ്പിൽ പക്ഷെ നാണം കിട്ടും. എന്റെ പൊന്നു പാറു, നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ. അമ്മായിക്കല്ലേ വഴക്കിട്ടേ, എനിക്കല്ലേ വഴക്കിട്ടിയേ. അതെ നീ വിട്, പോട്ടെ. എനിക്ക് വിടാൻ പറ്റത്തില്ല. വിട് പാറു, പോട്ടെ. അമ്മയല്ലേ പറയണ. വീട്ടിലോട്ട് ചെല്ലട്ടെ, കാണിച്ചു കൊടുക്കാം. പാറു, വിടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞില്ലേ. ശരി ശരി ശരി. ഇതുവരെ എഴുന്നേറ്റില്ലേ? ഒന്ന് എഴുന്നേറ്റിരുന്നെങ്കിലേ വാരി ഒടുക്കാമായിരുന്നു. അലിയാ, അലിയാ, യേശുഭായി എവിടെ? കേശോട്ടാ, അളിയാ, അറുസേ ഇവിടെ ഇവിടെ. നല്ല കലിപ്പിലാണല്ലോ, എന്താണ്? ഓ എന്താ ഉറക്കം. കേശോട്ടാ, കേശോട്ടാ. പാറൂസേ, അവനെ വിളിക്കണ്ട, അവൻ കിടന്ന് ഉറങ്ങട്ടെ. ഇങ്ങനത്തെ ഉറക്കേ കിടപ്പുണ്ട്. എന്താ പ്രശ്നം? ടീച്ചറിന് നല്ലത് കിട്ടിയിട്ടുണ്ട്. പഠിക്കാണ്ട് പോയിട്ടായിരിക്കും. അല്ല, ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങിയുണ്ട്. ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങിയനാ? അയ്യേ, ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങിയ മോശം 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 മോശം, തീരെ മോശം. ക്ലാസ്സിൽ ഉറങ്ങാനാ പോണേ? അയ്യേ. അളിയാ, അളിയനുള്ളത് ഞാൻ പിന്നെ തരാം കേട്ടാ. അത് ഇതൊന്ന് തീർക്കട്ടെ. അമ്മായി, ഇതൊന്ന് പിടിച്ചേ. ഓ, ആരാ? ഞാനാ. ഫ്രണ്ടീവോ? എന്തിനടി? എന്റെ ഉറക്കം കളഞ്ഞിട്ട് ചേട്ടൻ കിടന്ന് ഉറങ്ങുവാണല്ലേ? നിന്റെ ഉറക്കങ്ങളെ ഞാൻ തരിയത്? ഇന്നലെ നിങ്ങൾ രണ്ടുപേരും കൂടെ ഫുട്ബോൾ കളി കണ്ടിട്ട് സൗണ്ട് ഉണ്ടാക്കി എന്റെ ഉറക്കം കളഞ്ഞു. അതുകൊണ്ട് ഇന്ന് രാവിലെ എനിക്ക് സ്കൂളിൽ കിടന്ന് ഉറങ്ങേണ്ട വന്നു. 10 മിനിറ്റ് മുമ്പ് ഞാൻ എണീറ്റത് നന്നായി. അളിയനുള്ളതേ ഞാൻ വെച്ചിട്ടുണ്ട്. അളിയൻ ഇനി കിടന്ന് ഉറങ്ങി, ഞാൻ കാണിച്ചു തരാം. കൊട വേണ്ടേ? വേണ്ട. ഇതാണ് പറയണ, ചുമ്മാ രാത്രി കിടന്ന് ബഹളം വെക്കല്ലെന്ന്. ഫുട്ബോൾ കാണുമ്പോ കുറച്ച് ബഹളമൊക്കെ കാണും, അല്ലേ? പിന്നെ എന്തിനു ഫുട്ബോൾ അല്ലേ അളിയാ? അളിയാ, മെസ്സി ആദ്യ ഗോൾ അടിച്ചപ്പോ തന്നെ കേറി കിടന്നതാ. പിന്നെ നടന്ന സംഭവം വല്ല അറിഞ്ഞിരുന്നോ? എന്ത് തോക്കാനാ അളിയാ? 3-0 മെസ്സി ഹാട്രിക് അടിച്ച് കളി അങ്ങ് തൂക്കി. അല്ലെങ്കിലും കുഞ്ഞൻ ടീമിന്റെ കൂടെ കളിച്ച് ജയിക്കാൻ നിങ്ങൾ പറഞ്ഞ ഭയങ്കര മിടുക്കരാണല്ലേ. ജർമ്മനി ഒരു കുഞ്ഞൻ ടീമിനെതിരെ 7 ഗോൾ അടിച്ചിരുന്നു. കുത്തിപ്പ് കൊണ്ടുവരല്ലോ കേട്ടോ. എടാ, പഴയ ബ്രസീലിനെതിരെ 7 ഗോൾ അടിച്ച കഥ അല്ലേ ഞാൻ പറഞ്ഞേ? കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് പറഞ്ഞില്ലേ? ആ കളിയുടെ കാര്യമാ. അല്ലേലും നിങ്ങൾ ഈ പഴയ കാര്യങ്ങളൊന്നും അങ്ങ് മറക്കുകയല്ലല്ലയോ? ഞാനും കഴിഞ്ഞ ദിവസം കളഞ്ഞ കളിയുടെ കാര്യം പറഞ്ഞേ. അളിയാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇപ്രാവശ്യവും മെസ്സി കപ്പ് തൂക്കിയിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം അങ്ങ് ഖത്തറിൽ, ദിസ് ടൈം അമേരിക്ക. അതിനെ ഞങ്ങള് ചാവണം, കൊന്നിട്ടാണേലും ഞങ്ങൾ കപ്പ് തൂക്കും. കാണോ? അളിയാ, ഈ 7 നല്ല നമ്പർ അല്ലയോ? അല്ല, ഞാനേ 7 സുന്ദര രാത്രികളൊക്കെ ആലോചിച്ച് 7നെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. കട്ടൻ ചായ എടുക്കട്ടെ മോനെ? വേണ്ട, ഞാൻ പോയി എടുത്ത് കുടിച്ചോളാം. പോയി എടുത്ത് കുടി. ജോസ് എവിടെ നിന്ന് ഇറക്കിയത്? മെസ്സി 3 ഗോൾ അടിച്ചില്ലേടാ, അതുകൊണ്ട് ഇങ്ങ് ഇറക്കി. കാണുമ്പോ കളി പറഞ്ഞു. അല്ലെങ്കിൽ നിന്റെ കണ്ണിലെല്ലാം മഞ്ഞയല്ലേ കാണുള്ളൂ. കാണിച്ചു തരാം. വേടാ.
അമ്മമ്മ കഴിക്കാൻ വല്ല എണീറ്റോ? എന്തോന്നിത്? എന്താടാ? എന്താണെന്നാ എന്തിട്ടേക്കണത്? ഇത് സിദ്ധു മേടിച്ചു തന്നാ. ഇന്ന് വൈകുന്നത് വരെ ഇതിട്ടോണ്ട് നടക്കണമെന്ന് പറഞ്ഞു. ഇത് എന്തിനു മേടിച്ചു തന്ന? കനകം എന്തിനാ ഒന്ന് പറഞ്ഞു കൊടുത്തേ? அது வந்து நம்ம மெஸ்ஸி இருக்காருல்ல, அவரு ஹேட்ரிக் அடிச்சாராம், அதனால வாங்கி கொடுத்தான். ഏത് നമ്മ മെസ്സി? നമ്മ മെസ്സി പോലും നമ്മ മെസ്സി. മെസ്സി ആര്? എന്റെ മാമന്റെ മോനാ. ഈ വീട്ടിലൊന്നും ഇടാൻ പറ്റൂല. അമ്മ ഊരി കളഞ്ഞ കൊണ്ട്. അതൊന്നും പറ്റത്തില്ല. സിദ്ധുമോൻ പറഞ്ഞതാ, ഊരത്തില്ല. ചിറ്റുമോൻ പറഞ്ഞെന്നാ? ഇതിട്ടാ ശരിയാവൂല. ഈ വീട്ടിൽ ഞാൻ സമ്മതിക്കില്ല. ഞാൻ എല്ലാവരും എടുത്ത് കത്ത് കളഞ്ഞ ഊരാ. പിന്നെ ഊരുന്നില്ല. ഊരില്ല കനകം. இல்ல, എന്തൊരു കഷ്ടം ഇത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ടീമിന്റെ ജേഴ്സി ഇടണം. அது எந்த டீம்? ബ്രസീൽ. ബ്രസീലിന്റെ മഞ്ഞക്കുപ്പായം അതങ്ങോട്ട് ഇട്ടിട്ടെ നെഞ്ചും വിരിച്ചങ്ങോട്ട് നിന്നാലേ ഒരു രാജപ്രൗഢിയാണ്. அவங்களும் ஹேட்ரிக் அடிச்சாங்களா? അടിച്ചിട്ടില്ല, അടിക്കും. കുടിക്കാൻ വല്ല ഇരിക്കണ? டீ இருக்கு, ஜூஸ் இருக்கு, என்ன வேணும்? ജ്യൂസാ? എന്നാ പിന്നെ ജ്യൂസ് ആയിക്കോട്ടെ. കാണുമ്പോ ഇരിഞ്ഞു പറഞ്ഞല്ലേ അത്. മോൻ തിരിഞ്ഞ് தாடா ஜூஸ். എന്താ ഇത്? ഇത് മെസ്സി ഹാട്രിക് അടിച്ചോണ്ട് സിദ്ധു മേടിച്ചോണ്ട് വന്നത്. നീല കളർ ജ്യൂസാ? അതെ. ഇതെന്താ ഇത്? എന്തിനു കൊച്ചാ ഇതൊക്കെ ഇട്ടേക്കണേ? മെസ്സി എന്തോ അടിച്ചതിന് സിദ്ധോളെ മേടിച്ചു തന്നത്. ഇത് ഞാൻ അനുവദിക്കൂല. നീല കളർ ജ്യൂസ് എടുത്ത് ഞാൻ പള്ള കളഞ്ഞായി. ഇത് എവിടെ? അളിയാ എവിടെ? അളിയാ, അളിയാ, ഇതിവിടെ നടക്കൂല. അങ്ങനെയാണോ? എന്നാ പിന്നെ വിവാ. ഇതെന്തോന്നത്? ഇതെന്തൊരു കാണിച്ചു വെച്ചേക്കണേ? നൈസിൽ എല്ലാവർക്കും ജ്യൂസും ജേഴ്സിയും മേടിച്ചെടുത്ത് പോക്കറ്റിലാക്കിയില്ലേ? പിന്നെ മെസ്സി ഹാട്രിക് ഗോൾ അടിച്ചു കഴിഞ്ഞാൽ ആഘോഷിക്കണ്ടേ അമ്മൂമ്മ? പിന്നെ അത് ഈ വീട്ടിൽ വേണ്ട. ഞാൻ സമ്മതിക്കൂല ഇനി. അളിയ ജ്യൂസ് കൂടി, നീല കളറിന്റെ ജ്യൂസ്. ജ്യൂസ് അളിയന്റെ, എനിക്ക് വേണ്ട ജ്യൂസ്. ഇവന്റെ സമനില തെറ്റിയെന്നാണ് തോന്നുന്നത്. അമ്മായി സമനില ഒറ്റ ബാക്കി വീട്ടിൽ മറന്നു കേട്ടല്ലേ? അതെ അതെ, ഇനി ഈ വീട്ടിൽ ആരും സമനില എന്ന് പറയാൻ പാടുള്ളതല്ല. ഓക്കെ? നീല കളറിന്റെ ജ്യൂസ് നീ കുച്ചാ ഇല്ല. കുടിക്കട്ടോ. കുടിയടി. ഞങ്ങളുടെ നീല കളറിന്റെ ജ്യൂസ് തുപ്പുന്നോടാ. ഏച്ചി പോയണ്ട. നിന്റെ അളിയനാ? വേൾഡ് കപ്പ് നടക്കുമ്പോ എന്തളിയൻ എന്ത് മച്ചമ്പി. എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാം. ഞാനേ ഇന്നിവിടുത്തെ കിണറ്റില് മഞ്ഞ കളർ ഞാൻ കലക്കും. എങ്ങനെ വെള്ളം കുടിക്കണം എന്ന് എനിക്കൊന്ന് കാണണമല്ലോ. അതെ, നമ്മൾ ഈ ക്ലാപ്പനെ മൈൻഡ് ചെയ്യണ്ട. അളിയടേ ജോഷു, കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തോ? ഞാൻ സെറ്റല്ലേ? ചേടാ ചേടാ. ഓക്കേ. അളിയാ, അളിയോ, എവിടെ? എന്താടാ വാ, എന്താടാ വന്നേ. എന്താ ഇതാ? അളിയാ, ഇതേ ഒരു സ്പെഷ്യൽ ജേഴ്സിയാടാ. മെസ്സി സ്വന്തം കൈ കൊണ്ട് സൈൻ ചെയ്തു തന്ന ജേഴ്സി. കഴിഞ്ഞ വേൾഡ് കപ്പ് ഫൈനലേ ഞാനും ഖത്തറിലുണ്ടായിരുന്നല്ലോ, അപ്പം എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാ. മെസ്സി ഓ സൈൻ ചെയ്യുന്നത്? അതെ. അളിയന്. എന്താടാ? അങ്ങനെയാണെങ്കിൽ ഈ ജേഴ്സി എനിക്ക് നെയ്മർ തന്നതാ. വിശ്വസേ, നെയ്മർ ഇട്ടോണ്ടിരുന്ന ജേഴ്സി അപ്പൊ തന്നെ ഒരു തന്നെ അളിയാ. എവിടെ വെച്ച്? എവിടെ വെച്ച്? ഇവിടുത്തെ മുലപ്പടത്ത് വെച്ചായിരിക്കും. അല്ല, അപ്പൊ പിന്നെ ഇത് എവിടെ? ഇത് ഖത്തർ, ഞാൻ പറഞ്ഞല്ലോ ഫൈനലിൽ ഞാൻ പോയപ്പോ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. എന്താ ബാല എവിടെ നിന്ന്? എത്ര സാറിനകത്ത്? എടാ ഇത് 2.
2 സ്റ്റാർ തന്നെ. അതെ. 1 2 3 4 5 എത്ര? ഇതേ 3 ആയി. ഇപ്രാവശ്യത്തെ കൂടെ കഴിയുമ്പോഴേ 4 സ്റ്റാർ കേറും. പിന്നെ 5 ആവും, 6 ആവും, 7 ആവും. എങ്ങനെയായിരിക്കും 3 സ്റ്റാർ നിരന്തരം നിന്ന് പോവും. ഇത് 6 ആവും. ഇത് എന്തുവാ ഇത്? എന്താണ് നിങ്ങളെ പ്രശ്നം? അമ്മമ്മ, ഇവന്റെ സമനില തെറ്റിക്കിടക്കുകയാണ്. എങ്കിൽ പിന്നെ ഹാട്രിക്കിന്റെ കാര്യം പറയാം. അതെ, ഈ കരുത്തരായിട്ടുള്ള ടീമുമായിട്ടൊക്കെ നമ്മൾ പോരാടുമ്പോൾ ചിലപ്പോൾ സമനിലയാവും. എന്താണ് ഇവിടുത്തെ പ്രശ്നം? അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതിവിടെ കിടക്കട്ടോ. അയ്യോ, അത് സിദ്ധുവിന് ഏതോ മേഴ്സി ഒപ്പിട്ട് കൊടുത്തതാ. അമ്മമ്മ, മേഴ്സി അല്ല, മെസ്സി. ആ, അത് തന്നെ. അല്ല, ഒരു മിനിറ്റ്, നിങ്ങളൊന്ന് മാറാതായില്ലേ? ഇല്ല, ഒരു കളയാൻ മുമ്പ് അതൊക്കെ കണ്ടിട്ടല്ലേ കലി പറഞ്ഞു. ഇപ്പൊ അതെവിടുന്ന് മാറ്റൂലേ? ഇല്ല. ഉറപ്പാണോ? ഉറപ്പ്. കൺഫേം. ശരി, കാണിച്ചു തരാം. നീ കാണിക്ക്. ഇത് എന്തോത്തിന്റെ കുഴപ്പമാ? അവന്റെ സമനില പോയി കിടക്കുന്നു. ഓഹോ, ഇതിന്റെ മണ്ടയ്ക്ക് ഇവിടെ പറ്റത്തില്ല. ഓ, എന്താ? എന്നാ ഇവിടെ ഇത് പറ്റൂല. പിന്നെ 3 സ്റ്റാർ മേടിച്ചവരൊക്കെ അങ്ങ് തറയിൽ, 5 സ്റ്റാർ മേടിച്ച ഞങ്ങള് എങ്ങ്. ഈ 5 ഒതുങ്ങിക്കോളൂ ഇനി. എന്നാ പിന്നെ 3 അങ്ങനെ തന്നെ ഇരുന്നു അത് കാണാടാ. കാണാം. എന്റെ കുഞ്ഞുങ്ങളെ, എന്താ നിങ്ങളുടെ പ്രശ്നം? അമ്മമ്മ, സമനില. അങ്ങനെ നിന്നു. സമനില പോയി കിടക്കുക. അളിയാ, ഫുട്ബോൾ ഇത്രയും വലിയ യുദ്ധമാണ് അളിയാ. മക്കളെ, യുദ്ധമല്ല, അതൊരു വലിയ പോരാട്ടമാണ്. പോരാട്ടം. സിദ്ധുവേ, ശരിക്കും ഈ ജേഴ്സി മെസ്സി ഒപ്പിട്ടതാണോ? അതല്ലോ, മെസ്സി കൈകൊണ്ട് ഒപ്പിട്ട് വന്ന ജേഴ്സിയാണ് ഇത്, കഴിഞ്ഞ ഫൈനലിന്. ശരിക്കും? ശ്രദ്ധിച്ചോണേ. സിദ്ധുവിന്റെ ഒക്കെ ഒരു റേഞ്ച് മെസ്സിക്ക് വരെ സിദ്ധുവിനെ അറിയാം. ആറാമത്തെ കപ്പ് തൂക്കാൻ ഞങ്ങൾ വരുന്നു മഞ്ഞപ്പട. വിവാ ബ്രസീൽ, വിവാ ബ്രസീൽ, വിവാ ബ്രസീൽ, വിവാ ബ്രസീൽ. ആറാമത്തെ കപ്പ് തൂക്കാൻ ഞങ്ങൾ വരുന്നു മഞ്ഞപ്പട. വിവാ ബ്രസീൽ, വിവാ ബ്രസീൽ. കേറ്റി വിളിയടാ. Viva Brazil! 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 ചരിത്രത്തിൽ ഗോളിൽ കൈയടയാളം പതിപ്പിച്ച ചിലരുണ്ട്. അവർക്കുള്ള മറുപടിയാണിത്. അതെ ചേട്ടാ, എന്തോ ജാഥയൊക്കെ ആയിട്ട്. മക്കളെ, മറുപടികള് അപ്പ കൊടുക്കണം. 5 കപ്പിന്റെ ചരിത്രമുള്ളവരാണേ. അളിയാ, എവിടെ കുത്തും നമ്മുടെ കൊടി? പറമ്പ് കിടക്കിയല്ലേടാ. ഫുട്ബോൾ രാജാക്കന്മാരുടെ ഈ കൊടി ഇത്തവണത്തെ വേൾഡ് കപ്പിന്റെ കിരീടം തൂക്കുന്നിടം വരെ ഇവിടെ കുത്തും. Viva Brazil! Viva Brazil! Viva Brazil! Viva Brazil! Viva Brazil! Viva Brazil! നിന്റെ ആശാരെ പേടിച്ചോടി. പാർവൈ, ഈ ഉണക്ക ജേഴ്സി എടുത്ത് തൊട്ടി കളഞ്ഞിട്ട് ഞങ്ങളുടെ മഞ്ഞ കുപ്പായം അണിയുന്നു. ഞാൻ മെസ്സിയുടെ കൂടെയാ. ആരെന്നറിയോടി ഈ പറഞ്ഞ മെസ്സിഹ? മെസ്സി ഏത് ടീമാന്നറിയൂ? അർജന്റീന. എല്ലാം പഠിപ്പിച്ചു വെച്ചേക്കാണ് കോച്ച് അല്ലേ? പഠിപ്പിച്ചു വെച്ചേക്കുവാ. ചേട്ടാ നോക്കിക്കോ, ഞങ്ങൾ ഈ പ്രാവശ്യവും കപ്പ് തൂക്കും. നീയൊക്കെ 10 കിലോ കപ്പ മേടിച്ച് പുഴുങ്ങും. കപ്പ തൂക്കും പോലും. വാടി എവിടുന്ന്? Viva Brazil! Viva Brazil! Viva!
ഉയരും പതാക നിന്നെ നോക്കി നിൽക്കും ഞങ്ങളെ ഒരു ഹൃദയം ഒരു വഴി കാൽത്തൊടും മണ്ണിൽ തീ കണ്ണിൽ ജയം എഴുതാം അർജന്റീന നീ വരുമ്പോ തോൽവി പോലും മാറി നിൽക്കും ഇനി ഉയരട്ടെ ശബ്ദം ഇനി താളം കത്തട്ടെ നമ്മുടെ രാത്രി വരുന്നു നക്ഷത്രം പോലെ തെളിയട്ടെ Vamos! അർജന്റീന Vamos! അർജന്റീന Vamos! അർജന്റീന ആ ഈ കൊടി ഇവിടെ കുത്താൻ പറ്റൂല. അതന്നാണ് ഇവിടെ കുത്തിയാല് വേണേ കൊണ്ട് കുഴിപ്പളത്ത് കുത്തണം മിസ്റ്റർ. ഈ കൊടി ഞാൻ ഇവിടെ കുത്തുകയും ചെയ്യും. അർജന്റീന കപ്പടിക്കുന്നവർ ഈ കൊടി ഇവിടെ ഇരിക്കുകയും ചെയ്യും. അല്ലേ ഒരു തവണ ഖത്തറിലെ ചക്ക വീട് മോയിലെത്തെന്ന് പറഞ്ഞോണ്ട് എപ്പോഴും ചക്ക വീട് മോയില് ചാവൂല്ല. എടാ ക്ലാപ്പാ, ഓ മെസ്സിയുടെയും പിള്ളേരുടെയും കളി നീ കണ്ടതാണല്ലോ. കൊറേ കണ്ടതാ. അളിയാ ഈ കുഞ്ഞ് ടീമുകളൂടെ കളിച്ചേ ഹാട്രിക് നേടുന്നതിലല്ല ഈ കാര്യം. ടോപ്പ് 10 ടീമോടെ കളിച്ചേ സമനില നേടണം. അതാണ് പോരാട്ട വീര്യം. ഫാറൂസേ, അപ്പോഴും ഇവർക്ക് ജയിക്കണമെന്നില്ലടാ. അയ്യോ കഷ്ടം. അതെ 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 5 കപ്പും നമ്മൾ കളിച്ച് തന്നെ നേടിയത്. അല്ലാതെ ആരും വീട്ടിൽ കൊണ്ടു നന്നൊന്നുമല്ല. പിന്നെ നമ്മളാരും കൈ കൊണ്ട് ഗോൾ അടിച്ചിട്ടില്ലേ? അളിയാ കൈ കൊണ്ടും ഗോൾ അടിക്കാൻ പറ്റുമോ? അത് പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കൊണ്ടും കൊള്ളടിക്കാം. എന്തോന്ന് കളിയാക്കുന്ന നീയൊക്കെ കൂടെ കളിയാക്കിയ നിന്റെ ഷാർട്ടേയും തെറിപ്പിക്കും. എന്നാ പിന്നെ ഈ കൊടി ഞാൻ ഇവിടെ തെറിപ്പിക്കും. അന്ന് നിന്റെ കൊടി ഞാൻ തെറിപ്പിക്കും. ആഹാ എന്നാ പിന്നെ ഇത് ഊരില്ല. താ ഊരിയല്ലേ? എന്താ ഞാൻ ഊരും? ഞങ്ങളുടെ കൂടെ ആദ്യം കുത്തളിയാ. ഇതിവിടെ കുത്തത്തില്ല എന്നാണല്ലോ. എന്നാ പിന്നെ ഇതിവിടെ കുത്തൂല. ആലോചിക്കാം. കൊടി കുത്താൻ സമ്മതിക്കില്ല അമ്മ. നമ്മുടെ അമ്മമ്മ ഇവന്റെ കൊടി കുത്താൻ ഞാൻ സമ്മതിച്ചതാ. പക്ഷെ നമ്മുടെ കൊടി കുത്താൻ സമ്മതിക്കണ്ടേ? അത് സമ്മതിക്കൂല. എന്തോന്നടേ എന്റെ പൊന്നമ്മയെ ഒരു യുദ്ധം നടക്കുമ്പോ ഏതെങ്കിലും ഒരു ടീമിൽ പങ്കെടുക്കണം. അല്ലെങ്കിൽ വായമിച്ചിട്ട് മിണ്ടാതെ പോയിരിക്കണം. യുദ്ധം പോലും നിങ്ങളുടെ ഒരാൾക്ക് പരിക്ക് പറ്റിയിട്ടേ യുദ്ധമുഖത്ത് പോലും കാണാനില്ല. എന്നിട്ടാണ് ഇവന്മാര് കപ്പടിക്കുമെന്ന് പറയുന്നത്. അതെ, ഞങ്ങളുടെ ചെറുക്കൻ കളിക്കിറങ്ങും. പിന്നെ ഞങ്ങൾ ഒരാളെ മാത്രം കണ്ടിട്ടല്ല ഫാൻസ് ആയത്, ടീമിനെ കണ്ടിട്ടാ ഫാൻസ് ആയത്. അർജന്റീന അർജന്റീന എന്തോന്നാ ഇത്? നിങ്ങൾക്ക് രണ്ടുപേർക്കും കൊടി കുത്തണം, അത്രയല്ലേ ഉള്ളൂ? ആ എന്നാ ബാ എന്റെ കൂടെ വാ. ബാ അമ്മ കാണിച്ചു ബാ വരണേ. എന്നത്രേ മഞ്ഞയുടെ കട്ട ഫാൻസ് ഒക്കെ അങ്ങോട്ട് മാറിയേക്ക്. നടക്കടാ. നീലയുടെ കട്ട ഫാൻസ് ഒക്കെ അങ്ങോട്ട് മാറിയേക്ക്. എല്ലാരും വന്നോ? നിന്നോ? എല്ലാരും നിന്നല്ലോ. നീ ഏത് ടീമിന്റെ കൂടെ? അമ്മയുടെ ടീം കൂടെ. എന്നാ ഞാൻ പുറകോട്ട് മാറ്. ആ ഗേറ്റടക്ക്. ഞാൻ നീലിട്ടോണ്ട് ഇവരോട് നിന്നേ ഉള്ളൂ, ഫാനല്ല. കേറ്. അല്ലേ അമ്മൂമ്മ? ഇനി ഫൈനല് കഴിയാതെ ഒറ്റ ഒരെണ്ണം അകത്തോട്ട് കയറിയേക്കരുത്. മനുഷ്യനെ മനസമാധാനമായിട്ട് കിടന്ന് ഉറങ്ങണം. ബാ ബൈ. ഇങ്ങോട്ട് വാ. Viva ബ്രസീൽ. Vamos. അർജന്റീന Viva Vamos. അർജന്റീന